നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വരെ വലിയ തോതിലുള്ള അവകാശവാദം ഉന്നയിച്ച് കേരളത്തിൽ ഒരു ബൈ ഇലക്ഷൻ നേരിട്ട് അതിനുവേണ്ടി ചെലവ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അത്തരത്തിലൊരു കളിവരെ കളിക്കാൻ കെ.സി. വേണുഗോപാൽ ശ്രമിച്ചിരുന്നോ എന്നുള്ള വലിയ ചോദ്യം ഇപ്പോഴും അണിയറയിൽ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും കെ.സി. വേണുഗോപാലിനെ നീക്കണമെന്ന ആവശ്യം കൂടിക്കൂടി വരികയാണ്. അതിന് കാരണം നിരവധിയാണ്. കാരണം ആ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എന്തുകൊണ്ടും യോഗ്യരായ പലരും ഇപ്പോഴും പ്രധാനപ്പെട്ട നേതൃനിരയിലേക്ക് വരുന്നില്ല. അവരാരും ഉപജാപക വൃന്ദങ്ങളായി രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ വേണ്ടി കുഴലൂതുന്നവരായി നിൽക്കുന്നവരല്ല. ജനങ്ങളുമായി അടിത്തട്ടിൽ വളരെയധികം ബന്ധം പുലർത്തുന്ന ജനകീയരായ നേതാക്കളാണ്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് അവിടെ ഗെലോട്ടിന് വേണ്ടി വഴിമാറി കൊടുക്കണമെന്ന് ദേശീയ നേതൃത്വം പറഞ്ഞതിൻ്റെ പ്രകാരമാണ് രണ്ടാമത് തുടർഭരണം കിട്ടാതെ പോയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കെ.സി. വേണുഗോപാൽ നയിച്ച അത്രത്തോളം തന്നെ മതിയായി. ഇനി അദ്ദേഹം മറ്റെന്തെങ്കിലും സ്ഥാനം നേടിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു MP എന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. എന്തിനാണ് ഈ പാർട്ടിയെ തകർത്ത് മുച്ചൂടം മുടിക്കാൻ ശ്രമിക്കുന്നത്? ഇന്ന് ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പാർട്ടിയാണ്. ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടെങ്കിൽ അത് ഹിമാചലിൽ മാത്രമാണ്. അതും പ്രാദേശിക വിഷയങ്ങളെല്ലാം BJPക്ക് പ്രതികൂലമായതുകൊണ്ട് മാത്രം കോൺഗ്രസിന് കിട്ടിയ ഒരു സംസ്ഥാനം. ഗ്രൗണ്ട് സപ്പോർട്ടും ഗ്രൗണ്ട് റിയാലിറ്റിയും എല്ലാം മനസ്സിലാക്കിയിട്ടും ഉണർന്ന് പ്രവർത്തിക്കാതെ ഹരിയാന വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി. തുടർഭരണം ഒരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും നയാബ് സിംഗ് സൈനി വീണ്ടും ഹരിയാനയുടെ മുഖ്യമന്ത്രിയായി. കള്ളത്തരങ്ങളും EVMന്റെ തിരിമറികളും ഒക്കെ വലിയ തോതിൽ പരിധി വരെ പറയാമെങ്കിൽ പോലും റിസൾട്ട് വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ വളരെയധികം കോൺഫിഡൻസ് ആയിരുന്ന കോൺഗ്രസിന് എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നുള്ളത് വലിയ തോതിൽ തിരിഞ്ഞു നോക്കേണ്ട സത്യം തന്നെയാണ്. പറഞ്ഞു വരുന്നത് AICCയിലെ മാറ്റങ്ങൾ തന്നെയാണ്. സംഘടനാ ചുമതല ഉള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പുതുമുഖങ്ങളെ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അധികാരമോഹികളായ ചില MP-മാരും കോൺഗ്രസിനകത്ത് കടിച്ചു തൂങ്ങിയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ഇത്തിൽ കണ്ണികൾ ആ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ശാപമായി മാറുകയാണ് ചെയ്യുന്നത്. 7-8 തവണ ജയിച്ചതുകൊണ്ട് ഒരു വ്യക്തിക്ക് എല്ലാം കൊടുക്കണമെന്ന് പറയുന്നത് ശരിയായ നയമല്ല. ദേശീയ തലത്തിൽ കോൺഗ്രസിന് 200 അതിൽ കൂടുതലോ സീറ്റുകൾ ഇനി നേടിയെടുക്കണമെങ്കിൽ അത് ചില്ലറ അധ്വാനമൊന്നും പോരാ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം.